ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മന്ത്ലി റീസെറ്റാണ്. നമ്മൾ എല്ലാ മന്തും ഇപ്പോൾ പുജോ സെറ്റപ്പ്, അതേപോലെ കലണ്ടർ, അങ്ങനെ ഓരോ മന്തിനുള്ള ഓരോ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തലുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു മാർച്ച് മാസത്തിനുള്ള പ്രിപ്പറേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഈ ഒരു മന്തിനുള്ള കലണ്ടർ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പേപ്പറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതേപോലെ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ടേബിളിൻ്റെ സൈഡിൽ ഒരു കോർണറിലായിട്ട് വെക്കാനുള്ള ഒരു ചെറിയ മിനി ടേബിൾ കലണ്ടറാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു മന്ത് പിന്നെ കുറച്ച് സ്പെഷ്യലാണല്ലോ, അതിപ്പോൾ എല്ലാവർക്കും അറിയാലോ. കഴിഞ്ഞ 2 മന്തിൻ്റെ തീമിലും നമ്മൾ പുജോ സെറ്റപ്പും കലണ്ടറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേനി. അപ്പം ഇനിയിപ്പോൾ ഈ ഒരു മാസത്തിനായിട്ട് കുറയ്ക്കണ്ടെന്ന് വിചാരിച്ച്. പിന്നെ അത് മാത്രമല്ല, കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടേനി ഈ ഒരു മന്തിലെ പുജോ സെറ്റപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാൽ പിന്നെ ഒരു വീഡിയോ കണ്ട് എടുക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഈ വീഡിയോ, അതൊക്കെ എനിക്കറിയാം. എന്നാലും കുഴപ്പമില്ല, ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും എന്നാണല്ലോ. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആവുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തു. മേ ബി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടാം, ചിലപ്പോൾ 80s ഈ വീഡിയോ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു പേപ്പറിൽ ഇതേപോലെ ഡേറ്റ്സ് ഒക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കലണ്ടർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഈ ഒരു സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കാം കേട്ടോ. റമളാൻ ആയതുകൊണ്ട് തന്നെ ഈ മന്തിൻ്റെ കലണ്ടറിലാണെങ്കിലും പുജോ സെറ്റപ്പിലാണെന്നുണ്ടെങ്കിലും ഞാനൊരു റമളാൻ ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു തീമാണ് മെയിനായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മാർച്ച് മന്തിലുള്ള ടേബിൾ കലണ്ടറും കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് ഇനി പുജോ സെറ്റപ്പാണ്. ഈ മന്തിലെ, അതായത് മാർച്ച് മാസത്തിലെ പുജോ സെറ്റപ്പ് ചെയ്യാം കേട്ടോ. ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ 2025 ബുള്ളറ്റ് ജേണലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ ഇനി നമുക്ക് പുജോ സെറ്റപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുജോ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഓരോ മന്തിലെ സ്പെഷ്യൽ എന്താണോ അതിനനുസരിച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഈ ഒരു മന്തിലെ മെയിൻ എന്ന് പറയുന്നത് റമളാൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊരു റമളാൻ തീമിലുള്ള പുജോ സെറ്റപ്പാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ മൂഡ് ട്രാക്കർ ആണെന്നുണ്ടെങ്കിലും ഹാബിറ്റ് ട്രാക്കർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഇതിൻ്റെ മുന്നൊക്കെ ചെയ്തതിനെക്കാട്ടിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഓരോ മന്തും ഓരോരോ മാറ്റങ്ങളൊക്കെ വരുത്തലുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു മാസത്തിലെ ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ തന്നെ ഞാനിങ്ങനെ മാർച്ച് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ വലുതാക്കിയിട്ട് റമളാൻ എന്നും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ റമളാൻ തീം ആയതുകൊണ്ട് തന്നെ റമളാൻ റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ്, അതേപോലെ കോഡ്സ് ഒക്കെ ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കുന്നതും വരച്ചു കൊടുക്കുന്നതും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പേജിൽ നമ്മൾ ഇതേപോലെ വരച്ചിട്ട് അതിൻ്റെ അടിയിലായിട്ട് ഈ ഒരു മന്തിലെ ഗോൾസൊക്കെ എഴുതാനുള്ള ഒരു ഗ്യാപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തീം ചൂസ് ചെയ്യാം കേട്ടോ. മാർച്ച് മന്തിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് പിൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഗൂഗിൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ വേറെ വേറെ ഐഡിയാസൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു ഐഡിയാസ് ചൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ഈ ഒരു ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ റമളാൻ തീമിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേറൊരു തീമിൽ ചൂസ് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ മുന്നൊക്കെ ഒരുപാട് ഐഡിയാസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജനുവരിത്തതും അതേപോലെ ഫെബ്രുവരിത്തൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പം നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് പേജ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് എന്തായാലും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത് ഇത് ഭയങ്കരമായിട്ട് സിമ്പിളായിട്ടാണ് ഉള്ളത്, ഭയങ്കര ആർഭാടായിട്ടൊന്നുമില്ല. നമ്മൾ എക്സ്ട്രാ വേറെ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്യുക ഒട്ടിക്കുക അങ്ങനെയൊന്നുമില്ല. ഫുള്ളായിട്ട് നമ്മൾ തന്നെ ചെയ്യണ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യണ കുറേ മീൻസ് ഹാൻഡ് വെച്ചിട്ട് വരയ്ക്കണതാണല്ലോ. ഇനി നെക്സ്റ്റ് പേജിലായിട്ട് ഇതേപോലെ മൂഡ് ട്രാക്കറും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. റമളാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന് മാച്ചായിട്ട് ഇതേപോലെ 3 ആട്ടോ വരച്ചു കൊടുക്കുന്നത്. 31 3 വരയ്ക്കുന്നുണ്ട്. ഈ ഒരു മാർച്ചിലെ എല്ലാ ഡേയ്സും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കെങ്ങനെ മൂഡ് ട്രാക്കർ എന്തിനാണെന്ന് അറിയാമല്ലോ, ഓരോ ഡേയ്സ് എങ്ങനെ ഉണ്ടേനിന്നൊക്കെ ഈ ഒരു മന്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് 3 രീതിയിലാണ് നമ്മളിവിടെ ട്രാക്ക് ചെയ്യുന്നത്. ഗുഡ് ഡേ, പിന്നെ ബാഡ് ഡേ, പിന്നെ 2 കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഡേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഗുഡായിട്ടുള്ള ഒരു ഡേ ആണ്, നല്ലൊരു ഡേ ആണെന്നുണ്ടെങ്കിൽ യെല്ലോ കളറ്, പിന്നെ 2 കൂടി മിക്സ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് കളറ്, ഭയങ്കര ബാഡായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളറ്, അങ്ങനെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഓരോന്നിൻ്റെ നേരെയും ഡേറ്റ്സ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മാർച്ച് 1 ഇപ്പം നല്ലൊരു ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു യെല്ലോ കളർ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ വെച്ചിട്ട് ഓരോ ഡേയ്സും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്ത പേജിലായിട്ട് ഞാൻ ചെയ്യുന്നത് ഖുർആൻ ട്രാക്കറാണ്. ഇവിടെ ഇപ്പം ഇതല്ലാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നമ്മൾ സാധാരണ ഹാബിറ്റ് ട്രാക്കർ ചെയ്യുമല്ലോ, അതേപോലെ തന്നെ നമുക്കിവിടെ സ്ലീപ്പ് ട്രാക്ക് ചെയ്യാം, റീഡിങ് ട്രാക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ വർക്കൗട്ട് ട്രാക്ക് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഈ ഒരു ഖുർആൻ ട്രാക്കറിൽ നമ്മൾ ഇതേപോലെ ഒരു 30 ജുസ് ആണുള്ളത്. അപ്പോൾ ഒരു 30 കോളം ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് വരച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഇങ്ങനെ കാണുന്ന ഈ ഒരു പെൻസിലിൻ്റെ മാർക്കൊക്കെ ഒന്ന് എറേസ് ചെയ്തിട്ട് ഒന്ന് കളയുക. ഇനി നമുക്ക് ഇതിൽ ഓരോ ജ്യൂസ് ഇങ്ങനെ എഴുതി കൊടുക്കണം. നമ്മൾ ഓരോ ജ്യൂസ് കംപ്ലീറ്റ് ആവണതിന് അനുസരിച്ചിട്ട് ഈ ഒരു കോളത്തിൽ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ചൂസ് ചെയ്യുന്ന കളറ് ഗ്രീനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളറൊക്കെ ചൂസ് ചെയ്തിട്ട് കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ജ്യൂസ് ഓതുന്നതിനനുസരിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു റമദാൻ കഴിയുമ്പം ഈ ഒരു പേജ് മറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഓതിയിട്ടുണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ അത് മാത്രമല്ല, ഇങ്ങനെ കളർ ചെയ്യാൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൂടി നമുക്ക് കൂടും. ഇതിങ്ങനെ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമ്മൾ ഇത്രയല്ലേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള ഒരു തോന്നലും കൂടി ഉണ്ടായിട്ട് നമ്മൾ കൂടുതൽ ചെയ്യാനുള്ള ഒരു ഇതും കൂടി കൂടും നമുക്ക്. ഇതേമാതിരി തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും ട്രാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്ന് ട്രാക്ക് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ട്രാക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. ഈ മാസത്തിലെ ലാസ്റ്റ് പേജിൽ ഞാൻ ട്രാക്ക് ചെയ്യണത് പ്രയറാണ് കേട്ടോ. നമ്മൾ ഹാബിറ്റ് ട്രാക്കർ ചെയ്യല്ലോ, അതേപോലെ അതിൽ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ട് അതേപോലെ തന്നെ റമദാൻ ആയതുകൊണ്ട് ഞാൻ നമ്മുടെ നമസ്കാരങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാണ്. ഇതിൽ തന്നെ ഫർളായിട്ടുള്ള മുഴുവനൊന്നും ട്രാക്ക് ചെയ്യണില്ല. ഞാൻ അത്രത്തോളം ഗ്യാപ്പൊന്നും വരച്ചിട്ടില്ല. അതൊക്കെ നമ്മൾ എന്തായാലും ചെയ്യണമുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ഹാബിറ്റ് ട്രാക്കറൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയാസൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഇതുവരെ ചെയ്തതിൻ്റെ ഒരു ഫ്ലിപ്പ് ത്രൂ കാണാം കേട്ടോ. എല്ലാവർക്കും ഈ ഒരു മന്തിലെ ബുജോ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.